മക്കളെ ഇന്നെടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 അക്ഷര കണക്ക് ലെറ്റർ മാത്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തേത് എന്താണ്, ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഈ ലൈന് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്ററാണ് ടോട്ടലായിട്ടുള്ള ഈ വരയുടെ നീളം. അതിൽ 1 സെൻറ്റിമീറ്റർ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്കെയിൽ 5 സെൻറ്റിമീറ്റർ എടുത്തു. 5 സെൻറ്റിമീറ്ററിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം എത്രയായി? ഇത് ടോട്ടൽ 5 സെൻറ്റിമീറ്ററാണ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ മാറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു. ബാക്കി എത്ര മീറ്റർ ഉണ്ടാകും? 4 സെൻറ്റിമീറ്റർ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ എന്ത് പറയും? ഈ ടോട്ടൽ ലെങ്ത്തിനെ ഡി എന്ന് പറയും. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദൂരമാക്കിയിട്ടാണ് പറയുന്നത്. ഇനി ഈ ഒരു സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ടിട്ടില്ലേ, അതിനെ നമ്മൾ 6 ആക്കിയിട്ടാണ് പറയുന്നത്. 6 മീൻസ് എന്താണ്? 6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡാണ്, വലതുവശമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വരൻ്റെ വലതുവശം. ഓക്കെ. ഇനി ഈ ഭാഗം എല്ല് കൊണ്ട് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. ഈ ഭാഗം പറയുന്നത് എല്ലിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് സൈഡും, 6 കൊണ്ട് സൂചിപ്പിക്കുന്നത് റൈറ്റ് സൈഡും, ഡി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഡിസ്റ്റൻസ് ആണ് കേട്ടോ, ദൂരമാണ് കേട്ടോ. ഇനി ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പം നമുക്കിവിടെ 3 അളവുകളും കിട്ടിയിട്ടുണ്ട്. ഇനി അളവുകൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ല് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? അതായത് എല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുവരെയുള്ള നീളം. ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എൽ ഇസ് ഈക്വൽ ടു ഡി മൈനസ് 6. അതായത് ഡിയിൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? എല്ല് കിട്ടും. ഇപ്പോൾ പറയുകയാണെങ്കിൽ എൽ കാണാൻ എന്താണ്? ഡി എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ്. 5 മൈനസ് 6 എത്രയാണ്? 1. 5ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ അല്ലേ? എൽ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 6 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എൽ മൈനസ് ഡി. എൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 4 മൈനസ് ഡി എത്രയാണ്? 5. എത്ര കിട്ടും? 4. 5ൽ നിന്ന് 4 പോയാൽ 1 1 സെൻറ്റിമീറ്ററാണ്. അതാണ് 6 വരുന്നത്. ഇനി ഡി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലും 6ഉം കൂട്ടാം. അതായത് 4 കൂട്ടണം 1 എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. എത്രയാണ് ഡിസ്റ്റൻസ്? ദൂരം വരുന്നത് 7 സെൻറ്റിമീറ്ററാണ്. അതിന് റൈറ്റ് സൈഡിലൂടെ വലതുവശത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എൽ എത്രയാണെന്ന് ഞാൻ കൊടുത്തിട്ടുമില്ല. ഓക്കെ. അപ്പം എല്ലാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എൽ ഈസ് ഈക്വൽ ടു ഡി മൈനസ് 6 അല്ലേ? അതായത് ഡി എത്രയാണ്? ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 സെൻറ്റിമീറ്റർ മൈനസ് എത്രയാണ്? 6 2 സെൻറ്റിമീറ്റർ. 7ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 5 അല്ലേ? 5 കിട്ടി. അപ്പം ഇവിടെ എൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ എൽ എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഡി ഈസ് ഈക്വൽ ടു ഡി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 6. അതായത് ഡി എൽ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 5 പ്ലസ് 6 എത്രയാണ്? 2. 5ഉം 2ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 7 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് 6 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 6 ഈസ് ഈക്വൽ ടു ഡി മൈനസ് എൽ. ഡി എത്രയാണ്? 7 മൈനസ് എൽ എത്രയാണ്? 5. 7ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 7 മൈനസ് 5. 7 മുട്ടായിൽ നിന്ന് 5 മുട്ടായി പോയാൽ 2 അല്ലേ? അപ്പോൾ 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഡി നമുക്ക് 7 സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. 6 2 സെൻറ്റിമീറ്റർ, എൽ 5 സെൻറ്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ പാഠത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 വശമുള്ള ചിത്രത്തിന്, 4 വശമുള്ള സൈഡുള്ള ചിത്രത്തിന് പറയുന്ന പേരാണ് സ്ക്വയർ. 5 വശമുള്ള 5 സൈഡുള്ളതിന് പറയുന്ന പേരാണ് പെൻറ്റഗൺ, പഞ്ചഭുജം. 6 എണ്ണമുള്ളതിന് എന്ത് പറയും? ഹെക്സഗൺ, അതായത് ഷഡ്ഭുജം. 7 എണ്ണമുള്ളതിന് എന്ത് പറയും? ഹെപ്റ്റഗൺ അല്ലെങ്കിൽ സപ്തഭുജം എന്നാട്ടോ പറയാം. 7 വശങ്ങൾ. അങ്ങനെയെങ്കിൽ 8 വശങ്ങളിലേന്ന് എന്താ പറയും? ഒക്ടഗൺ.
അഷ്ടഭുജം, അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരല്ല പഠിക്കേണ്ടത്. നിങ്ങളിവിടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇത് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് 4 സൈഡാണ് അല്ലേ, 4 വശങ്ങളുള്ള ഒരു ചിത്രത്തിന് എന്താ പേര് പറയുക, ചതുരം. ഇതിന് നമ്മൾ ഇതിന് ഒരു വര വരച്ച് കൊടുക്കുകയാണ്. അതായത് ഇതിന് ഒരു വര നമ്മൾ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ എന്ത് കിട്ടി, നമുക്ക് ഒരു ലൈന് വരച്ച് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ത്രികോണം കിട്ടി അല്ലേ. ഇങ്ങനെ ഒരു ത്രികോണവും ഇങ്ങനെ ഒരു ത്രികോണവും ഇങ്ങനെ ഒരു ത്രികോണവും നമുക്ക് കിട്ടി ഇല്ലേ. 2 ത്രികോണങ്ങൾ കിട്ടി. ഒരു ത്രികോണം, 2 ത്രികോണം, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 4 വശങ്ങളുള്ള അതും ലൈന് ഒരു വരയോട് വരച്ചു കൊടുത്തപ്പോൾ നമുക്ക് എത്ര ത്രികോണം കിട്ടി, 2 ത്രികോണം കിട്ടി. എന്നാൽ ഈ ചിത്രം നോക്കിക്കേ, ഇതെന്താണ്, 5 വശമുണ്ട്. പെൻറ്റഗണിന് 5 വശം, പഞ്ചഭുജത്തിന്. ഇതിന് എത്ര ലൈനാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്, 5 വശങ്ങളുള്ള പെൻറ്റഗണ് പഞ്ചഭുജത്തിന് നമ്മൾ 2 വരകൾ വരച്ച് കൊടുക്കുകയാണ്. 2 വര എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും ലൈന് വരച്ച് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ 2 വരകൾ വരച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര ത്രികോണം കിട്ടി, 1 2 3 ത്രികോണം കിട്ടി ഇല്ലേ. ഇനി നോക്കിക്കേ, 6 വശങ്ങളുള്ള ഹെക്സഗൺ ഷഡ്ഭുജം, ഇതിന് എത്ര വരകൾ വരച്ച് കൊടുക്കണം, 3 വരകൾ വരച്ച് കൊടുക്കണം. അപ്പോൾ 6 വശങ്ങളുള്ള ഹെക്സഗണിന് ഷഡ്ഭുജത്തിന് എത്ര വരകൾ വരച്ചു കൊടുത്തു, 3 ലൈൻസ്. ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്. ഇപ്പം എത്ര ത്രികോണം കിട്ടി, 1 2 3 ത്രികോണം, 4 എണ്ണം, 1 2 3 4 ത്രികോണങ്ങൾ കിട്ടി. ഇനി ഹെപ്റ്റഗൺ, അതായത് 7 വശങ്ങളുള്ള സപ്തഭുജത്തിന് എത്ര വര വരച്ചു കൊടുത്തു, 4 ലൈന് വരച്ചു കൊടുത്തപ്പം 5 ത്രികോണം കിട്ടി. എങ്ങനെ 4 ലൈന്, 1 2 3 4 വരകൾ വരച്ചപ്പം ഒരു ത്രികോണം, 2 3 4 5 ത്രികോണങ്ങൾ കിട്ടി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് 7 8 വശങ്ങളുള്ള ഒക്ടഗൺ വരച്ചു കൊടുത്താൽ, അഷ്ടഭുജം വരച്ചു കൊടുത്താൽ അതിൽ നമ്മൾ എത്ര വരകൾ വരച്ചു കൊടുക്കേണ്ടി വരും, ഇവിടെ ഒന്നാമത്തതിന് ഒരു വര വരച്ചു കൊടുത്തു, അപ്പോൾ 2 ത്രികോണം കിട്ടി. രണ്ടാമത്തിന് 2 വര വരച്ചു കൊടുത്തപ്പോൾ 3 ത്രികോണം കിട്ടി. മൂന്നാമത്തിന് 3 വര വരച്ചു കൊടുത്തപ്പോൾ 4 ത്രികോണം കിട്ടി. നാലാമത്തിന് 4 ത്രികോണം വരച്ചു കൊടുത്തപ്പോൾ 5 ത്രികോണം കിട്ടി. ഇനി അടുത്തത് എത്രയാണ്, 5 ത്രികോണം വരച്ചാൽ 5 വരകൾ വരച്ചു കൊടുത്താൽ 6 ത്രികോണം കിട്ടും. 6 വരകൾ വരച്ചു കൊടുത്താൽ എത്രയാണ്, 7 ത്രികോണം കിട്ടും. അങ്ങനെ അങ്ങനെ പോകും കേട്ടോ. അപ്പം ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ഇവിടെ ബന്ധം, ഇവിടെ 4 1 അതായത് 4 വശങ്ങളുള്ള ഒരു ചിത്രത്തിന് ഒരു വര വരച്ചു കൊടുത്തപ്പോൾ 2 ത്രികോണം കിട്ടി. 5 വശങ്ങളുള്ള ചിത്രത്തിന് 2 വര വരച്ചു കൊടുത്തപ്പോൾ 3 ത്രികോണം. 6 വശങ്ങളുള്ള ചിത്രത്തിന് 3 വര വരച്ചു കൊടുത്തപ്പോൾ 4 ത്രികോണം. 7 വശങ്ങളുള്ള ഒരു ചിത്രത്തിന് 4 വരകൾ വരച്ചു കൊടുത്തപ്പോൾ 5 ത്രികോണം. ഇവിടെ നോക്കിക്കേ, ഒരു നമ്പർ റിലേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ 4 5 6 7 ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 1 2 3 4, ഇവിടെ ആണെങ്കിൽ 2 3 4 5 ഇങ്ങനെ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു കണക്ക് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്. അതായത് ഒരു 25 വശങ്ങളുള്ള ഒരു ചിത്രത്തിന് 25 വശങ്ങളുള്ള ഒരു ചിത്രത്തിന് എത്ര ലൈൻ വരച്ചാലാണ് എത്ര ത്രികോണം കിട്ടും, എത്ര ലൈൻ വരച്ചാൽ എത്ര ത്രികോണം കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് നോക്കാം. ഇവിടെ 4 എങ്ങനെ 1 എന്നുള്ളത് നോക്കാം. 4 എങ്ങനെയാണ് 1 4ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും, 1 കിട്ടും. 5ൽ നിന്ന് 3 കുറച്ചാൽ 2 കിട്ടും. 6ൽ നിന്ന് 3 കുറച്ചാൽ 3 കിട്ടും. 7ൽ നിന്ന് 3 കുറച്ചാൽ 4 കിട്ടും അല്ലേ. അതായത് ഒരു ചിത്രത്തിൻ്റെ വശങ്ങളുടെ നീളം തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 25 സൈഡുള്ള ചിത്രമാണ് പറഞ്ഞിട്ടുള്ളത്, വശമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 3 കുറച്ചാൽ എത്രയാണ്, 25ൽ നിന്ന് 25 മൈനസ് 3 എത്ര കിട്ടും, 22 കിട്ടും അല്ലേ. 22 വരകളുള്ള ചിത്രം വരക്കാം. അതായത് 22 ലൈൻ, 25 വശമുള്ള ചിത്രത്തിന് 22 വരകളാണ്, ലൈനുകളാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. 4ൽ നിന്ന് 3 പോയപ്പം നമുക്ക് ലൈന് കിട്ടി, 1 കിട്ടി അല്ലേ.
അതേപോലെ തന്നെ 5ൽ നിന്ന് 3 പോയപ്പം 2 കിട്ടി, 6ൽ നിന്ന് 3 പോയപ്പം 3 കിട്ടി, 7ൽ നിന്ന് 3 പോയപ്പം 4 കിട്ടി. അപ്പോൾ തന്നിട്ടുള്ള വശങ്ങളിൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലൈൻസ് കിട്ടും. സൈഡിൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലൈന് കിട്ടും, വരകൾ കിട്ടും അല്ലേ? അപ്പം നമുക്കൊരു ഇക്വേഷൻ ഇവിടെ എഴുതാം. എന്താണ്? നമുക്ക് ലൈൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് വരകൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, സൈഡുകൾ തന്നിട്ട് വശങ്ങൾ തന്നിട്ട് ലൈനുകൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? L ഈസ് ഈക്വൽ ടു എന്താണ്? എസ് മൈനസ് 3. എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വശം, സൈഡ് കേട്ടോ. L കണ്ടുപിടിക്കാൻ എന്താണ്? എസ് മൈനസ് 3. മനസ്സിലായോ? എസ് എന്ന് പറഞ്ഞാൽ സൈഡാണ് കേട്ടോ, വശത്തിനെയാണ് ഇവിടെ നമ്മൾ എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് കണ്ടു. ഇനി നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്, വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. നമുക്ക് എത്ര ത്രികോണമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? ട്രയാങ്കിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കിക്കേ, എന്താണ് 5ന്ന് എങ്ങനെയാണ് 3 കിട്ടുക? 5 വശങ്ങളുള്ള ഒരു ചിത്രത്തിൽ നിന്ന് 3 ത്രികോണം കിട്ടി. അപ്പോൾ ഈ 5ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താ? 5ന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? 6ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. 7ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും. 4ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? അതായത് തന്നിട്ടുള്ള വശങ്ങളുടെ നീളത്തിൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ത്രികോണം കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് തന്നിട്ടുള്ള സൈഡുകളിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ത്രികോണം വരക്കണം എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്കൊരു ഇക്വേഷൻ എഴുതാം. എന്താണ്? ഈ ടി എടുക്കാം. എന്ത് ഇക്വേഷനും നമ്മൾ ഈ ലെറ്റർ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതുന്നതിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടി ഈക്വൽ ടു, ടി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിൾ ആണ് കേട്ടോ, ത്രികോണത്തിനെയാണ്. ത്രികോണം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എന്താണ്? ടി ഈസ് ഈക്വൽ ടു എസ് മൈനസ് 2. എസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ സൈഡ്, വശങ്ങളാണ്. -2. വശങ്ങളുടെ നീളം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ത്രികോണം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 2 ഇക്വേഷനാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ലൈൻസ്, വരകൾ. L എന്ന് പറഞ്ഞാൽ ലൈൻസ് ആണ് കേട്ടോ. വരകൾ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ എന്താണ്? സൈഡിൽ നിന്നും 3 എന്ത് ചെയ്താൽ മതി? കുറക്കുക. തന്നിട്ടുള്ള സൈഡിലെ അളവ് എത്രയാണോ, വശങ്ങളുടെ നീളം എത്രയാണോ, അതിൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്ര ലൈൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ത്രികോണം, ട്രയാങ്കിൾ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള സൈഡുകളിൽ നിന്ന്, വശങ്ങളിൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ത്രികോണം എത്ര ആണ് എന്നുള്ളത് കിട്ടും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 23 വശങ്ങളുള്ള ഒരു ചിത്രം, അതിന് എത്ര ലൈന് വരക്കണം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? 23ൽ നിന്ന് 3 കുറക്കുക. 23ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 20 ലൈന് വരക്കുക. ഇനി എത്ര ത്രികോണം കിട്ടും എന്നുള്ളത് അറിയണം. എത്രയാണ്? 23 മൈനസ് 2. എത്രയാണ്? 23ൽ നിന്ന് 2 പോയാൽ 21 ത്രികോണം കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ഈ പാഠത്തിൻ്റെ 3ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് തരുന്നത്. ഒരു വൃത്തം. ഇത് മനസ്സിലാക്കുക കേട്ടോ ആദ്യം. ഒരു വൃത്തം. ഈ വൃത്തത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയാണ്. അതായത് ഈ വൃത്തം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് ഇതിൻ്റെ അളവ്. അപ്പം ഈ വൃത്തത്തിനെ നേരെ ഒരു പകുതിയാക്കി മുറിച്ച് കഴിഞ്ഞാൽ എത്രയാവും? ഇതിൻ്റെ മുകൾ ഭാഗം 180 ഡിഗ്രിയും താഴ്ഭാഗം 180 ഡിഗ്രിയും. അതായത് ഈ ലൈനിൻ്റെ മുകൾ ഭാഗം 180 ഡിഗ്രിയും താഴ്ഭാഗം 180 ഡിഗ്രിയും. 180 കൂട്ടിയാൽ എത്ര കിട്ടും? രണ്ടും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെറും ഒരു വര വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വെറും ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലൈനിൻ്റെ മുകൾ ഭാഗം 180 ഡിഗ്രിയും താഴ്ഭാഗം 180 ഡിഗ്രിയുമാണ്. അതിന് ഇതുപോലെ ആർച്ച് പോലെയൊന്നും ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം 180ഉം താഴ്ഭാഗം 180 ഡിഗ്രിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിനെ ഞാൻ നേരെ ഈക്വലാക്കി മുറിച്ചിട്ടുണ്ട്.
ഓക്കെ, അതായത് ഈ ഒരു ലൈൻ എത്രയാണ്? 180 ഡിഗ്രി. ഇതിനെ നേരെ പകുതിയാക്കിയാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? ഇതും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇതും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരികയാണ്. ഇനി നോക്കിക്കേ, ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ചരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു. ഞാൻ ഇതിന് ഒരു 70 ഡിഗ്രി ആണെന്ന് അടയാളപ്പെടുത്തി. അളവൊന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു 70 ഡിഗ്രി ആണെന്ന് അടയാളപ്പെടുത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വശം എന്താ? ഇതിനൊരു പേരുണ്ട് കേട്ടോ. അതായത് ഈ ഭാഗത്തിന് എന്താണ്? റൈറ്റ് ആംഗിൾ എന്ന് പറയാം. റൈറ്റ് ആംഗിൾ, മനസ്സിലായി? വലത് വശത്തെ കോണും ഇതെന്താണ്? ലെഫ്റ്റ് ആംഗിളാണ്. ഇടത് വശത്തെ കോണാണ് കേട്ടോ. വലത് വശത്തെ കോണും ഇടത് വശത്തെ കോണുകളാണ് ഇതിന് പറയുക. വലത് വശത്തെ കോണും ഇടത് വശത്തെ കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതായത് ഇതും ഇതും കൂട്ടിയാൽ 150 കിട്ടണം ആണല്ലോ. അപ്പം ഇവിടെ 70 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്തെ കോണിൻ്റെ അളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 180 മൈനസ് 70, 180ൽ നിന്ന് 70 കുറക്കുക. 8ൽ നിന്ന് 7 പോയാൽ 1, ഈ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ 110 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിന് ഇവിടെ ഒരു 65 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് 65 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈന്, അതായത് ലെഫ്റ്റ് ആംഗിൾ എൽ എത്രയാണ്? 65 ഡിഗ്രി. എല്ലും 6 എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ലെഫ്റ്റ് ആംഗിളും റൈറ്റ് ആംഗിളും അങ്ങനെ പറഞ്ഞാൽ മതി. 65 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വലതുവശത്തെ കോൺ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ എന്തേ ചെയ്താൽ മതി? 180 മൈനസ് 65 എത്ര കിട്ടും? 10, 5, ഇവിടെ 7 നിന്ന് 6 പോയാൽ എത്രയാണ്? 1 അല്ലേ? 115 ഡിഗ്രി. എത്ര ഇവിടെ ഉണ്ടാവും? 115 ഡിഗ്രി. ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കാം. 115 കൂട്ടണം എത്രയാണ്? 65. 150 കിട്ടുമോ നോക്കാം. 5ഉം 5ഉം 10ക്ക് 0. 1ഉം 1ഉം 2, 2ഉം 6ഉം എത്രയാണ്? 8. 1 ഇട്ട് കൊടുത്തു. 180 കിട്ടിയില്ലേ? ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ താഴോട്ട് വരച്ചു കൊടുത്തു അല്ലേ? ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ ലൈനും 180 ഡിഗ്രിയാണ്, താഴത്തെ ലൈനും 180 ഡിഗ്രിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ താഴേക്ക് വരച്ചിട്ടായിരിക്കും ചോദിക്കുക. താഴേക്ക് വരച്ചിട്ട് ഈ ലൈന് ഒരു 75 ഡിഗ്രിയാണ്. അതായത് ലെഫ്റ്റ് ആംഗിൾ 75 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? താഴെ കാണുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വശത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് തന്നിട്ട് മറ്റേ കോണിൻ്റെ അളവ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് എത്രയാണോ തന്നിട്ടുള്ളത് അത് 180ൽ നിന്ന് കുറക്കുക. 10 കിട്ടി. 5, പിന്നെ 7ൽ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടം കൊടുത്തത് 7ആയി. 7ൽ നിന്ന് 7 പോയാൽ 0. ഈ 1 ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിവിടെ എത്രയാണ്? 105 ഡിഗ്രി. മനസ്സിലായോ? നമുക്ക് കൂട്ടി നോക്കാം. 105 കൂട്ടണം 75. 5ഉം 5ഉം 10ക്ക് 0. 1, 1ഉം 7ഉം 8. 1 ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. എത്ര കിട്ടി? 180 കിട്ടി. മനസ്സിലായല്ലോ? ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ.